പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി 2ാം സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികളുടെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന പേപ്പറിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഡിസ്കഷനിൽ 5 മോഡ്യൂളിൽ നിന്നുമുള്ള ഏറ്റവും കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ നോക്കിയാൽ അതിൽ 1 മാർക്കിന്റെ ചോദ്യങ്ങളും 2 മാർക്കിന്റെ ചോദ്യങ്ങളും 4 മാർക്കിന്റെ ചോദ്യങ്ങളും 15 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 80 മാർക്കിന്റെ ഒരു പൊതുപരീക്ഷയാണ് നമുക്ക് റിട്ടൺ എക്സാം ആയിട്ട് വരുന്നത്. 20 മാർക്സിന്റെ ഇന്റേണൽ മാർക്കുകൾ വരുന്നു. അങ്ങനെ 100 മാർക്കിനാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ടോട്ടൽ മാർക്ക് അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ മോഡ്യൂൾ തൊട്ട് 5ാമത്തെ മോഡ്യൂൾ വരെയുള്ള ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഒന്നാമത്തെ മോഡ്യൂൾ നോക്കാം. ഒന്നാമത്തെ മോഡ്യൂളിന്റെ പേരാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. വളരെ അധികം ചോദ്യങ്ങളൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു മോഡ്യൂളാണ് ഒന്നാമത്തെ മോഡ്യൂൾ. പൊതുവെ എസ്എ ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ നിന്ന് നമുക്ക് പലപ്പോഴും ലഭിക്കാറില്ല. വളരെ ചെറിയ മാർക്കിന്റെ ചോദ്യങ്ങൾ, അതായത് 1 മാർക്കിന്റെ ചോദ്യങ്ങളും 2 മാർക്കിന്റെ ചോദ്യങ്ങളുമാണ് നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ പ്രധാനമായിട്ടും 5 പ്രധാന ടോപ്പിക്സ് ആണ് ഉള്ളത്. ഒന്നാമത്തെ ടോപ്പിക് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. പൊതുവെ എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ഡെഫിനിഷൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് പോലെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും പൊതുപരീക്ഷയുടെ ചോദ്യ പേപ്പറിനകത്ത് കാണാറുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ സ്കോപ്പിനെ കുറിച്ച് പലപ്പോഴും ചോദിക്കാറുണ്ട്. റൈറ്റ് എ നോട്ട് ഓൺ ദ സ്കോപ്പ് ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പലപ്പോഴും പൊതുപരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി മൂന്നാമതൊരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ ആണ്. വളരെ പ്രാധാന്യപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കാരണം ഒന്നാമത്തെ മോഡ്യൂളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിന്റെ ഡെഫിനിഷൻ മുതൽ ഓരോ ലെയേഴ്സിന്റെയും കൃത്യമായ ഫംഗ്ഷനുകൾ പഠിച്ചു വെച്ചാൽ മാത്രമേ ഈ ഒരു മോഡ്യൂളിൽ നിന്ന് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയാറുള്ളൂ. 5ാമത്തെ ടോപ്പിക്കാണ് എൻവയോൺമെന്റൽ കെമിസ്ട്രി. അതിൽ ഡെഫിനിഷൻ മാത്രം പഠിച്ചു നോക്കുക. വാട്ട് ഈസ് എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്ന് ചോദിക്കാം. ഈ ഒരു മോഡലിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ടോപ്പിക് ഏതാന്ന് ചോദിച്ചാൽ അറ്റ്മോസ്ഫിയർ എന്ന ടോപ്പിക്കാണ്. വാട്ട് ഈസ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഡിഫൈൻ അറ്റ്മോസ്ഫിയർ. വാട്ട് ആർ ദ ഡിഫറെന്റ് ലെയേഴ്സ് പ്രസന്റ് ഇൻ അറ്റ്മോസ്ഫിയർ എന്ന് ചോദിക്കാം. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് ചോദിച്ചിരിക്കുന്നു. അങ്ങനെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഈ ഒരു മോഡ്യൂൾ 1ൽ നമ്മൾ പഠിക്കുന്നത്. നേരത്തെ പറഞ്ഞു എസ്എ ചോദ്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ നിന്ന് ലഭിക്കത്തില്ല. നമുക്ക് അടുത്ത മോഡ്യൂളിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് എസ്എ ചോദ്യങ്ങൾ ലഭിക്കുന്നത്. ഈ ഒരു മോഡ്യൂളിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാൽ പലപ്പോഴും ജനറൽ ടേമുകൾ ചോദിച്ചിരിക്കുന്നു. എന്താണ് വേൾഡ് എൻവയോൺമെന്റ് ഡേ, അല്ലെങ്കിൽ റേച്ചൽ കർസൺ എന്ന് പറയുന്ന ഒരു ഓതറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു പുസ്തകത്തിന്റെ പേര് ചോദിച്ചിരിക്കുന്നു. സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ ഒരു കാര്യം ഈ ഒരു മോഡ്യൂളിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. അങ്ങനെ ഒന്നാമത്തെ മോഡ്യൂൾ വളരെ പ്രാധാന്യം കൊടുക്കാത്ത ഒരു ടോപ്പിക്കാണ് ഈ ഒരു മോഡ്യൂളിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു മോഡ്യൂളിൽ വരുന്നത്. നേരത്തെ പറഞ്ഞു 5 വ്യത്യസ്തമായ ടോപ്പിക്സ് ആണ് ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. അതിൽ എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ഡെഫിനിഷൻ പഠിച്ചു നോക്കുക. സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് നോക്കി മനസ്സിലാക്കുക. അറ്റ്മോസ്ഫിയറും അറ്റ്മോസ്ഫിയറിന്റെ ഡിഫറെന്റ് ലെയേഴ്സിന്റെയും ഫംഗ്ഷൻ എഴുതി പഠിക്കുക. എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്ന ടേമിന്റെ ഡെഫിനിഷൻ മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ 5 ടോപ്പിക്സ് ആണ് ഈ ഒരു മോഡ്യൂളിൽ നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, പ്രീവിയസ് ചോദ്യങ്ങളെ നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് ചോദ്യകർത്താവ് പലപ്പോഴും ഈ ഒരു മോഡ്യൂളിന് കൊടുക്കുന്ന പ്രാധാന്യം. നേരത്തെ പറഞ്ഞു 1 മാർക്കിന്റെ ചോദ്യങ്ങളും 2 മാർക്കിന്റെ ചോദ്യങ്ങളും പരമാവധി നമുക്കൊരു 4 മാർക്കിന്റെ ചോദ്യം മാത്രമാണ് ഈ ഒരു മോഡ്യൂളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതിൽ 1 മാർക്കിന്റെ ചോദ്യങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞു. എൻവയോൺമെന്റൽ സ്റ്റഡീസ്, അതിന്റെ ഡെഫിനിഷൻ, അറ്റ്മോസ്ഫിയർ എന്താണ്, അല്ലെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിന്റെ പ്രാധാന്യം എന്താണ്, എന്താണ് അറ്റ്മോസ്ഫിയറിന്റെ ഫംഗ്ഷനുകളെ കുറിച്ച് ചോദിക്കാം. ഫംഗ്ഷൻസ് ഓഫ് അറ്റ്മോസ്ഫിയറും ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അറ്റ്മോസ്ഫിയറിന്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ
എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഇംപ്ലിമെന്റ് ചെയ്തത് എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സ്റ്റഡീസ് പഠിക്കാൻ വേണ്ടി നൽകുന്നത് എന്തിനു വേണ്ടിയാണ് പോലെയുള്ള ചോദ്യങ്ങൾ ഈ ഒരു മോഡ്യൂളിൽ നമുക്ക് ലഭിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ മോഡ്യൂൾ നോക്കുക, എക്കോളജി ആൻഡ് എക്കോസിസ്റ്റംസ്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ആണ് ഈ ഒരു മോഡ്യൂളിന്റെ പേര്. നിങ്ങൾ നോക്കിയറിയാം, ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ സെക്കൻഡ് മോഡ്യൂളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരാളുടെ ജയവും തോൽവിയും നിശ്ചയിക്കുന്നത് രണ്ടാമത്തെ മോഡ്യൂളാണ്. അതിൽ 11 ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ് ആണുള്ളത്. ഒന്നാമത്തെ ടോപ്പിക്ക് നോക്കാം. ഒന്നാമത്തെ ടോപ്പിക്കാണ് എക്കോളജി. എക്കോളജിയുടെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. വാട്ട് ഈസ് എക്കോളജി എന്ന് നമ്മുടെ പ്രീവിയസ് ചോദ്യം നോക്കിയാൽ ഒന്നിലധികം തവണ ചോദിച്ചിരിക്കുന്നു. ഇനി രണ്ടാമതൊരു ടോപ്പിക്കാണ് സ്ട്രക്ചർ ആൻഡ് കമ്പോണൻസ് ഓഫ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിന്റെ ഘടനയെ കുറിച്ച് എഴുതാൻ ചോദിക്കാം. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്, അതിൽ പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടെർഷറി, ക്വാട്ടർണറി കൺസ്യൂമർ പോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. എക്സാമ്പിൾ കൃത്യമായി എഴുതി പഠിക്കുക. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എനർജി ഫ്ലോ ഇൻ ആൻ എക്കോസിസ്റ്റം. എക്കോളജിക്കൽ പിരമിഡ്. ഏതൊരു ചോദ്യ പേപ്പർ നോക്കിയാൽ നമുക്ക് ഈ ഒരു ടേമുകൾ കാണാം. എക്കോളജിക്കൽ പിരമിഡ്, പിരമിഡ് ഓഫ് എനർജി എന്താണ്? കഴിഞ്ഞൊരു ചോദ്യ പേപ്പറിനകത്ത് കണ്ടയാണ് പിരമിഡ് ഓഫ് എനർജിയെ കുറിച്ച് ചോദിക്കുന്നു. ഇനി നാലാമതൊരു ടേമാണ് ബയോഡൈവേഴ്സിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആയ ടേമാണ്. ബയോഡൈവേഴ്സിറ്റി ഡെഫിനിഷൻ പഠിക്കുക, ടൈപ്പ് ഓഫ് ബയോഡൈവേഴ്സിറ്റി പഠിക്കുക, കൺസർവേഷൻ ആൻഡ് ത്രെറ്റ്സ് ടു ബയോഡൈവേഴ്സിറ്റി പഠിക്കുക. ഒരു എസ്എ മോഡൽ ചോദ്യമാണ് നമുക്ക് ഈ നാലാമത്തെ ടോപ്പിക്കിൽ നിന്നും ലഭിക്കുന്നത്. ഇനിയും 5 പറഞ്ഞു. കൺസർവേഷനെ കുറിച്ചുള്ള ഒരു ടോപ്പിക്കാണ്. അതിൽ ഇൻ സിറ്റു ആൻഡ് എക്സ് സിറ്റു കൺസർവേഷൻ മനസ്സിലാക്കുക. വളരെ ചെറിയ ചോദ്യങ്ങൾ കിട്ടാം. വാട്ട് ഈസ് ഇൻ സിറ്റു കൺസർവേഷൻ, അല്ലെങ്കിൽ വാട്ട് ആർ നാഷണൽ പാർക്ക് പോലെയുള്ള ചോദ്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത്. ഇനിയും 6ാമത്തെ ഒരു ടോപ്പിക്കാണ് വാല്യൂസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിക്ക് ഡിഫറെന്റ് വാല്യൂ ഉണ്ട്. എസ്തെറ്റിക് വാല്യൂ ഉണ്ട്, കൊമേഴ്ഷ്യൽ വാല്യൂ പോലെയുള്ള വാല്യൂസ് ആണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത്. 7 എക്കോസിസ്റ്റം. അതിൽ 4 എക്കോസിസ്റ്റം പഠിക്കുക. ഫോറസ്റ്റ്, ഡെസേർട്ട്, ഗ്രാസ്ലാൻഡ്, അക്വാട്ടിക് എക്കോസിസ്റ്റത്തെ മനസ്സിലാക്കി വെക്കുക. 8ാമത്തെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വെബ്. നിങ്ങൾക്ക് പൊതുപരീക്ഷയുടെ ചോദ്യങ്ങൾ നോക്കിയാൽ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് എവിടെയും കണ്ടെത്താൻ കഴിയുന്ന ടോപ്പിക്കാണ് ഫുഡ് ചെയിൻ, ഫുഡ് വെബ്. ഇനി 9ാമത്തെ ടോപ്പിക്കാണ് നാച്ചുറൽ റിസോഴ്സസ്. 10 എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സുമായിട്ട് അസോസിയേറ്റ് ടോപ്പിക്ക്. 11 റോൾ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ കൺസർവേഷൻ. ആ 11ാമത്തെ ചോദ്യം ആ ടോപ്പിക് ഒരു ചോദ്യമായി തന്നെ ചോദിച്ചിരിക്കുന്നു. അതിൽ നേരത്തെ പറഞ്ഞു പ്രാധാന്യം അർഹിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആദ്യത്തെ 8 ടോപ്പിക് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ്. ഫുഡ് ചെയിൻ, ഫുഡ് വെബ്, ബയോഡൈവേഴ്സിറ്റി, കൺസർവേഷൻ, എനർജി ഫ്ലോ ഇൻ ആൻ എക്കോസിസ്റ്റം. അതിൽ 3 രൂപത്തിൽ പഠിക്കുന്നു. പിരമിഡ് ഓഫ് എനർജി, പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് നമ്പർ പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നു. അതിൽ പിരമിഡ് ഓഫ് എനർജിക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. കാരണം പലപ്പോഴും പ്രീവിയസ് ചോദ്യം നോക്കിയാൽ ഇതിൽ പിരമിഡ് ഓഫ് എനർജി വളരെയധികം തവണ ചോദിച്ചിരിക്കുന്നു. കൺസർവേഷനെ കുറിച്ച് പറഞ്ഞു, ഇൻ സിറ്റു, എക്സ് സിറ്റു കൺസർവേഷൻ. അതിൽ എക്സാമ്പിൾ പഠിച്ചു നോക്കുക. ബയോഡൈവേഴ്സിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത ചോദ്യം ചോദിക്കാതെ നിവർത്തിയില്ല. കാരണം ബയോഡൈവേഴ്സിറ്റി അത്രയും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടേമാണ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിയുടെ ഡെഫിനിഷൻ പഠിച്ചു നോക്കുക. നേരത്തെ പറഞ്ഞു എക്കോളജിയുടെ ഡെഫിനിഷൻ ഏറ്റവും സിമ്പിൾ ആയ ഡെഫിനിഷൻ പഠിക്കുക. കാരണം 1 മാർക്കിന്റെ ചോദ്യം മാത്രമാണ് എക്കോളജിയെ കുറിച്ച് ചോദിക്കാറുള്ളത്. എന്നാൽ 2ാമത്തെ ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കമ്പോണൻസ് ഓഫ് എക്കോസിസ്റ്റം, അല്ലെങ്കിൽ റൈറ്റ് എ നോട്ട് ഓൺ ദ സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം. വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിൽ പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്, അതിൽ കൺസ്യൂമേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ എഴുതുക. ഇനി 3ാമത്തെ മോഡ്യൂൾ നോക്കാം. 3ാമത്തെ മോഡ്യൂളിന്റെ പേരാണ് ഇൻഡസ്ട്രി ആൻഡ് എൻവയോൺമെന്റ്. അതിൽ നമ്മൾ ആദ്യത്തെ ഒരു ടോപ്പിക് നോക്കിയാൽ പൊല്യൂഷൻ. വാട്ട് ഈസ് പൊല്യൂഷൻ പോലെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതിനുള്ള ഡെഫിനിഷൻ മാത്രം പഠിക്കുക. സിമ്പിൾ ഡെഫിനിഷൻ പഠിക്കുക. കോംപ്ലക്സ് അല്ല. വീണ്ടും പറയുന്നു, ഏറ്റവും സിമ്പിൾ ആയ ഡെഫിനിഷൻ മനസ്സിലാക്കി വെക്കുക. കാരണം 1 മാർക്കിന്റെ ഒരു ചോദ്യം മാത്രമാണ് ലഭിക്കുന്നത്. 1 മാർക്കിന് നമ്മൾ എഴുതേണ്ടത് പരമാവധി 2 സെന്റൻസ് ആണ്. അതുകൊണ്ട് ഏറ്റവും സിമ്പിൾ ആയ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ഇനി 2ാമത്തെ ടേമാണ് പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. പല രൂപത്തിലുള്ള പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ ഉണ്ട്, വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, തെർമൽ പൊല്യൂഷൻ ഉണ്ട്, നോയിസ് പൊല്യൂഷൻ ഉണ്ട്.
അതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം പൊല്യൂട്ടൻസ് പഠിക്കുക, അതിന്റെ ക്ലാസിഫിക്കേഷൻ. കാരണം പൊല്യൂട്ടൻസ് അതിന്റെ ക്ലാസിഫിക്കേഷൻ പലപ്പോഴും പൊതുപരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ് പ്രൈമറി പൊല്യൂട്ടൻസ്, എന്താണ് സെക്കൻഡറി പൊല്യൂട്ടൻസ്, അല്ലെങ്കിൽ പ്രൈമറി പൊല്യൂട്ടന്റെ എക്സാമ്പിൾ പഠിക്കുക, സെക്കൻഡറി പൊല്യൂട്ടൻസിന്റെ എക്സാമ്പിൾ പഠിക്കുക. മൂന്നാമത്തെ ടോപ്പിക്കാണ് പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് കോസസ് ആൻഡ് എഫക്ട്സ്. പലപ്പോഴും കൺട്രോൾ മെഷേഴ്സ് പഠിക്കുക. നേരത്തെ പറഞ്ഞ ഡിഫറെന്റ് ഫോംസ് ഓഫ് പൊല്യൂഷൻ ഉണ്ട്, വാട്ടർ പൊല്യൂഷൻ, തെർമൽ പൊല്യൂഷൻ. ഓരോന്നിനെയും ഡെഫിനിഷൻ പഠിക്കും. വാട്ട് ഈസ് എയർ പൊല്യൂഷൻ ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് തെർമൽ പൊല്യൂഷൻ. ആ രൂപത്തിലുള്ള 2 മാർക്കിന്റെ ചോദ്യങ്ങൾ മൂന്നാമത്തെ ടോപ്പിക്കിൽ നിന്ന് ലഭിക്കും. ഇനി നാലാമതൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സോളിഡ് വേസ്റ്റ്. അതിൽ പഠിക്കേണ്ട ഡെഫിനിഷനും ടൈപ്സും പഠിക്കുക. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോളിഡ് വേസ്റ്റ്, റബ്ബിഷ്, ഗാർബേജ് പോലെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇനി അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. അതിൽ കമ്പോണൻസ് ഓഫ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തെ മോഡ്യൂളിൽ 5 ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണുള്ളത്. നേരത്തെ പറഞ്ഞു പൊല്യൂഷന്റെ ഡെഫിനിഷൻ പഠിക്കുക, പൊല്യൂട്ടൻസും അതിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുക, എക്സാമ്പിൾ മനസ്സിലാക്കി വെക്കുക, പ്രൈമറി പൊല്യൂട്ടൻസ് എന്താണ്, സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്താണ് മനസ്സിലാക്കുക, പൊല്യൂഷൻ അതിന്റെ കോസുകൾ, അതിന്റെ എഫക്ട്സുകൾ, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ പഠിക്കുക. നാലാമത്തെ ടോപ്പിക്കാണ് സോളിഡ് വേസ്റ്റ്. സോളിഡ് വേസ്റ്റിന്റെ ഡെഫിനിഷനും ടൈപ്പുകളും മനസ്സിലാക്കുക. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടേമാണ്. കാരണം സിലബസിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ടോപ്പിക്കാണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. അതിൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് അസോസിയേറ്റ് പല ടേമുകളും ചോദിക്കാം. ഇൻസിനറേഷൻ പോലെയുള്ള ടേമുകൾ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ടേമുകളാണ്. ഇൻസിനറേഷൻ എന്ന് പറയുന്ന ഒരു സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ടേമാണ്. അങ്ങനെ സോളിഡ് വേസ്റ്റിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ടോപ്പിക്കാണ് മൂന്നാമത്തെ മോഡ്യൂളായ ഇൻഡസ്ട്രി ആൻഡ് എൻവയോൺമെന്റ്. അതിൽ പൊല്യൂഷനെ കുറിച്ച് പറഞ്ഞു. ഡിഫറെന്റ് ഫോംസ് ഓഫ് പൊല്യൂഷൻ ആണ് നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ പഠിക്കേണ്ടത്. അതിൽ ഓരോ പൊല്യൂഷന്റെയും ഡെഫിനിഷൻ പഠിക്കുക. വാട്ട് ഈസ് എയർ പൊല്യൂഷൻ, വാട്ട് ഈസ് തെർമൽ പൊല്യൂഷൻ, വാട്ട് ആർ ദ മെഷേഴ്സ് ഫോർ കൺട്രോളിംഗ് എയർ പൊല്യൂഷൻ, വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ പോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പലപ്പോഴും പൊതുപരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നു. നിങ്ങൾ പ്രീവിയസ് ചോദ്യങ്ങൾ നോക്കിയാൽ ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകൾക്കാണ് പലപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ഒരു മോഡ്യൂളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പലപ്പോഴും എസ്എ ചോദ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ 4 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒരു മോഡ്യൂളാണ് മോഡ്യൂൾ 3 ഇൻഡസ്ട്രി ആൻഡ് എൻവയോൺമെന്റ്. അതിൽ പൊല്യൂട്ടൻസ് ഞാൻ പറഞ്ഞു, അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പൊല്യൂഷനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ടേമാണ് പൊല്യൂട്ടൻസ്. അതിന് 2 ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത്, പ്രൈമറി പൊല്യൂട്ടൻസും സെക്കൻഡറി പൊല്യൂട്ടൻസ്. നിങ്ങൾ പ്രൈമറി പൊല്യൂട്ടൻസ് എന്താണ്, സെക്കൻഡറി പൊല്യൂട്ടൻ എന്താണെന്ന് എക്സാമ്പിൾ ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ഇനിയും 4ാമത്തെ മോഡ്യൂൾ നോക്കുക. 4ാമത്തെ മോഡ്യൂളിന്റെ പേരാണ് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് എൻവയോൺമെന്റ്. 4 പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന മോഡ്യൂളിൽ പഠിക്കേണ്ടത്. അതിൽ 1ാമത്തെ ടോപ്പിക്കാണ് വാട്ടർ കൺസർവേഷൻ ആൻഡ് വാട്ടർ ഹാർവസ്റ്റിംഗ്. അതിൽ ആ ഡെഫിനിഷൻ തന്നെ മനസ്സിലാക്കി വെക്കുക. വാട്ട് ഈസ് വാട്ടർ കൺസർവേഷൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് വാട്ടർ ഹാർവസ്റ്റിംഗ് പോലെയുള്ള 2 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് ലഭിക്കും. പിന്നീട് പറഞ്ഞു വാട്ടർ കൺസർവേഷനും വാട്ടർ ഹാർവസ്റ്റിംഗിനും വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ്, സർഫസ് റൺ ഓഫ് ഹാർവസ്റ്റിംഗ് പോലെയുള്ള മെത്തേഡുകൾ നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ആ ഒരു ടോപ്പിക്കിൽ നോക്കുക. 2ാമത്തെ ടോപ്പിക്കാണ് എൻവയോൺമെന്റൽ എത്തിക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് എൻവയോൺമെന്റൽ എത്തിക്സ്. ഇനി 3ാമത്തെ ടോപ്പിക്കാണ് വേസ്റ്റ് ലാൻഡ് റിക്ലമേഷൻ. അതിൽ ഡെഫിനിഷൻ മാത്രം മനസ്സിലാക്കുക. വേസ്റ്റ് ലാൻഡ് റിക്ലമേഷൻ ഡെഫിനിഷൻ പഠിക്കുക. അതുപോലെ തന്നെ വേസ്റ്റ് ലാൻഡ് റിക്ലെയിം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡുകൾ മനസ്സിലാക്കി വെക്കുക. 4ാമതൊരു പുതിയ ടോപ്പിക്കാണ് കൺസ്യൂമറിസം ആൻഡ് വേസ്റ്റ് പ്രോഡക്ട്സ്. അതിൽ ബേസിക് കൺസെപ്റ്റ് മാത്രം പഠിക്കുക. കാരണം നമ്മുടെ ചോദ്യപേപ്പർ നോക്കിയാൽ ഈ ഒരു 4ാമത്തെ ടോപ്പിക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന അധികം ചോദ്യങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ 4ാമത്തെ ടോപ്പിക്കാണ് കൺസ്യൂമറിസം ആൻഡ് വേസ്റ്റ് പ്രോഡക്ട്സ്. അതിൽ ആ ബേസിക് കൺസെപ്റ്റ് മാത്രം പഠിച്ചു വെക്കുക. അങ്ങനെ 4ാമത്തെ മോഡ്യൂളിൽ 4 പ്രധാന ടോപ്പിക്സ് ആണ് ഉള്ളത്. ഒന്നുകൂടെ ഞാനൊന്ന് പറയാം. വാട്ടർ കൺസർവേഷൻ, അതിൽ നേരത്തെ പറഞ്ഞു 2 ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്.
അത് മനസ്സിലാക്കി വെക്കുക. വാട്ടർ കൺസർവേഷന്റെ ബേസിക് ഡെഫിനിഷൻ പഠിക്കുക. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഡെഫിനിഷൻ പഠിക്കുക. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിന്റെ മെത്തേഡ് പഠിക്കുക. 2 എൻവയോൺമെന്റൽ എത്തിക്സ്. അതിൽ 2 മാർക്കിന്റെ ചോദ്യം വരെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് വാട്ട് ഈസ് എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്ന ഒരു ചോദ്യം. അല്ലെങ്കിൽ 1 മാർക്കിന്റെ ചോദ്യം ചോദിക്കാം വാട്ട് ഈസ് എൻവയോൺമെന്റൽ എത്തിക്സ്. നിങ്ങൾ ഡെഫിനിഷൻ മനസ്സിലാക്കി വെക്കുക. 3 വേസ്റ്റ് ലാൻഡ് റിക്ലമേഷൻ എന്നൊരു ടോപ്പിക് ഉണ്ട്. അതിൽ വേസ്റ്റ് ലാൻഡ് റിക്ലെയിം ചെയ്യുന്ന മെത്തേഡുകൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ വേസ്റ്റ് ലാൻഡ് റിക്ലമേഷന്റെ ഒരു ബേസിക് ഡെഫിനേഷൻ പഠിച്ചു വെക്കുക. 4ാമത്തെ ടോപ്പിക്കാണ് കൺസ്യൂമറിസം ആൻഡ് വേസ്റ്റ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. നേരത്തെ പറഞ്ഞു, അതിന്റെ ബേസിക് കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി വെക്കുക. അങ്ങനെ 4ാമത്തെ ടോപ്പിക്കിൽ നമുക്ക് 1 മാർക്കിന്റെ ചോദ്യങ്ങളും 2 മാർക്കിന്റെ ചോദ്യങ്ങളും അതുപോലെ തന്നെ 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാവുന്നത്. 15 മാർക്കിന്റെ എസ്സേ ഈ 4ാമത്തെ മോഡ്യൂളിൽ നിന്നും ചോദിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. നേരത്തെ നമ്മൾ കണ്ടു, ഈ 4ാമത്തെ മോഡ്യൂളിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അവിടെ എൻവയോൺമെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സോഷ്യൽ ഇഷ്യൂസിനെയാണ് പഠിക്കുന്നത്. എൻവയോൺമെന്റൽ എത്തിക്സ് അല്ലെങ്കിൽ വേസ്റ്റ് ലാൻഡ് റിക്ലമേഷൻ, കൺസ്യൂമറിസവും വേസ്റ്റ് പ്രോഡക്റ്റുമായിട്ടുള്ള ഒരു അസോസിയേഷൻ, ഒരു ബന്ധം, നമ്മുടെ ആ ബേസിക് കൺസെപ്റ്റ് മാത്രം പഠിക്കുക. നിങ്ങൾ ഈ EVS എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വിലയിരുത്തി നോക്കുക. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്താണ് ഇതിൽ ചോദിച്ചിരിക്കുന്ന ഡെഫിനിഷൻ, ഏത് ടോപ്പിക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ഏത് രൂപത്തിലാണ് എസ്സേ ചോദ്യം ലഭിക്കുന്നത്. അങ്ങനെ 4ാമത്തെ മോഡ്യൂളിനെ കുറിച്ച് പറഞ്ഞു. അവിടെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആണ്, സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു 3 ടേം ആണെന്ന് പറഞ്ഞു. വാട്ടർ കൺസർവേഷൻ, വാട്ടർ ഹാർവെസ്റ്റിംഗ്, എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നതിന്റെ ബേസിക് ഡെഫിനിഷൻ. പിന്നെ 3ാമത്തെ ടേം ആണ് വേസ്റ്റ് ലാൻഡ് റിക്ലമേഷൻ. വേസ്റ്റ് ലാൻഡ് എന്താണ്, അല്ലെങ്കിൽ വേസ്റ്റ് ലാൻഡ് റിക്ലെയിം ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് ഏതാണെന്ന് പോലെയുള്ള ചോദ്യങ്ങളാണ്. ഇനി അവസാനത്തെ മോഡ്യൂൾ നോക്കാം. അവസാനത്തെ മോഡ്യൂൾ എന്ന് പറയുന്ന 5ാമത്തെ മോഡ്യൂളാണ്. അതിന്റെ പേരാണ് ഹ്യൂമൻ പോപ്പുലേഷൻ ആൻഡ് എൻവയോൺമെന്റ്. അതിൽ 4 പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണുള്ളത്. ഈ ഒരു മോഡ്യൂളിൽ നിന്ന് നമുക്ക് 15 മാർക്കിന്റെ ഒരു എസ്സേ ലഭിക്കും. അതിൽ 4 പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണുള്ളത്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ കോസുകൾ പഠിക്കുക. വാട്ട് ഈസ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, അല്ലെങ്കിൽ വാട്ട് ആർ ദ കോസസ് ഓഫ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന രൂപത്തിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ചോദ്യം ചോദിക്കാം. ഇനി 2 ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സ് കൃത്യമായി മനസ്സിലാക്കി എഴുതി പഠിക്കുക. വാട്ട് ആർ ഹ്യൂമൻ റൈറ്റ്സ്, അല്ലെങ്കിൽ റൈറ്റ് ആൻഡ് നോട്ട് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് പോലെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. 3 വാല്യൂ എഡ്യൂക്കേഷൻ. കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്കും വാല്യൂ എഡ്യൂക്കേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ചോദ്യം ഉണ്ടായിരുന്നു. വാട്ട് ഈസ് വാല്യൂ എഡ്യൂക്കേഷൻ? കാരണം ഇന്നത്തെ ഒരു വിദ്യാഭ്യാസത്തിനും വാല്യൂ എഡ്യൂക്കേഷനുമായിട്ട് അസോസിയേഷൻ ഉണ്ട്. കാരണം ഇന്നും വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രക്രിയയാണ് പലപ്പോഴും സ്കൂളുകളിലും കോളേജിലും നടക്കുന്നത്. ഇനി 4ാമതൊരു ടോപ്പിക് ഉണ്ട്, വിമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ സ്കീമുകൾ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു എസ്സേ ടോപ്പിക്കാണ് വിമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ സ്കീമുകൾ. പലപ്പോഴും ഇന്ത്യയിൽ വ്യത്യസ്തമായ പുതിയ സ്കീമുകൾ വരുന്ന ഒരു ടോപ്പിക്കാണ് വിമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ സ്കീം. അങ്ങനെ 4 പ്രധാനപ്പെട്ട ടോപ്പിക്കാണുള്ളത്. ഇതിൽ എസ്സേ പ്രതീക്ഷിക്കാവുന്നത് 4ാമത്തെ ടോപ്പിക്കായ വിമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ സ്കീംസ് എന്ന് പറയുന്ന സ്കീമിൽ നിന്നാണ്. അതിൽ ICDS എന്ന് പറയുന്ന ഒരു ടേം പരിചയപ്പെടുക. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് എന്ന് പറയുന്ന അംഗൻവാടീസ് മുഖേന സ്പോൺസർ ചെയ്യുന്ന സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. അത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു അബ്രീവിയേഷൻ ആണ്. വാട്ട് ഈസ് ICDS? അതുപോലെ തന്നെ വാട്ട് ആർ ദ ഡിഫറെന്റ് ചൈൽഡ് ആൻഡ് വിമൻ വെൽഫെയർ സ്കീംസ് ഇൻ ഇന്ത്യ എന്ന 15 മാർക്കിന്റെ എസ്സേ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 4 മാർക്കിന്റെ ചോദ്യമാണ് വാട്ട് ഈസ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, വാട്ട് ആർ ദ കോസസ് ആൻഡ് എഫക്ട്സ് ഓഫ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന 4 മാർക്കിന്റെ ചോദ്യവും ഈ ഒരു മോഡ്യൂളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ 5 വ്യത്യസ്തമായ മോഡ്യൂളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്ത്. ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഓരോ മോഡ്യൂളിലെയും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് പറഞ്ഞു. നിങ്ങൾ ഈ ഒരു ടോപ്പിക്സിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ എക്സാം പാറ്റേൺ നോക്കിയാൽ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ, 2 മാർക്കിന്റെ ചോദ്യങ്ങൾ, 4 മാർക്കിന്റെ ചോദ്യങ്ങൾ,
15 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉള്ളത്. ഇനി EVSന്റെ ഒരു പരീക്ഷയുടെ ഒരു പാറ്റേൺ നോക്കിയാൽ പലപ്പോഴും സിലബസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പല ചോദ്യങ്ങൾ വരാം. വേൾഡ് എൻവയോൺമെന്റ് ഡേ, അല്ലെങ്കിൽ ഹൂ ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് സൈലന്റ് സ്പ്രിംഗ്. അതുപോലെ പൊതു പ്രാധാന്യമുള്ള ടോപ്പിക്സ് പലപ്പോഴും പൊതുപരീക്ഷയ്ക്ക് കയറി വരാറുണ്ട്. 1 മാർക്കിന്റെ ചോദ്യമായിട്ട് പലപ്പോഴും ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന വ്യക്തികൾ പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെ EVSോട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ടേമാണ് റെഡ് ഡേറ്റ ബുക്ക്. കഴിഞ്ഞ ഒരു പൊതുപരീക്ഷ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പലപ്പോഴും ഇത്തരം ടോപ്പിക്കുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം EVS എന്ന് പറയുന്നത് വളരെ ഒരു വാസ്റ്റ് ആയ ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഒരു എക്സ്പെക്റ്റഡ് ചോദ്യം മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയൂ. ഏത് രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരാം. ആ ഒരു കൃത്യമായ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് EVSന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മുടെ എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ഭാഗമായി പ്രീവിയസ് ചോദ്യങ്ങളെ കൃത്യമായി റെഫർ ചെയ്യുക. ഒരു 4 വർഷത്തെ പ്രീവിയസ് ചോദ്യങ്ങൾ റെഫർ ചെയ്താൽ നമുക്ക് നല്ല മാർക്ക് EVSന് സ്കോർ ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു പരിപൂർണമായ വിശ്വാസം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ആയി പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.